മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് കൊടുത്തപ്പോ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോ എന്നോട് പറഞ്ഞത് സാധ്യമല്ല, നമ്മൾ ഈ നിശ്ചയിച്ച പ്രകാരം തന്നെ പോകും, നിങ്ങൾ പൈസ തരും, നിങ്ങൾ എവിടെ അയച്ചാ പോയിക്കോന്നാ പറഞ്ഞത്. BJP എന്ന പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ. അപ്പം ഒരു എയർപോർട്ട് റോഡാകുമ്പം കേന്ദ്രത്തിന്റെയും കൂടി അനുമതിയോടുകൂടി വേണമല്ലോ എയർപോർട്ടിലേക്കുള്ള റോഡ് വരാൻ. അപ്പം ആ ഒരു രീതിയിൽ ഈ പാർട്ടിയുടെ അടുത്ത് നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ. 1500 കുടുംബങ്ങളെ വഴിയിറക്കപ്പെടുന്ന ഒരു പ്രൊജക്റ്റാണിത്. നമ്മൾ വികസനത്തിന് ആരും എതിരല്ല. നമ്മൾ 24 മീറ്റർ വീതിയിൽ റോഡ് വേണ്ട, 13.6 മീറ്റർ വീതിയിൽ റോഡ് എടുക്കാൻ നമ്മൾ എല്ലാവരും അനുകൂലമാണ്. പക്ഷേ ഇത് 24 മീറ്റർ വീതിയിൽ റോഡും നടുക്കൊരു 2.5 മീറ്റർ വീതിയിൽ പൂന്തോട്ടമൊക്കെയാണ് ആ റോഡിന്റെ ഉദ്ദേശം. പക്ഷെ അതൊരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങുന്നു. ഗ്രാമത്തിലെ ജനങ്ങളെ, കാരണം ഒരുപാട് പേര്, അതായത് റിട്ടയർഡ് ഓഫീസേഴ്സ് ഉണ്ട്, റിട്ടയർഡായ പട്ടാളക്കാരുണ്ട്, പ്രവാസികളുണ്ട്, സ്കൂളുകള്, മദ്രസകള്, പള്ളികള്, ലൈബ്രറികള്, കച്ചവട സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം അധികം ആൾക്കാരുടെയും വീട് 3/4 ഭാഗവും നഷ്ടപ്പെടുകയാണ്. അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു പുനരധിവാസത്തിന്റെ ഇത് ഒന്നും പറയാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തില് നമുക്ക് പോലും പരിചയമില്ലാത്ത ആൾക്കാർ വന്ന് കുറ്റിനാട്ട, നമുക്ക് പോലും പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്നുള്ള ആൾക്കാർ വന്ന് പരിസ്ഥിതി ആഘാത പഠനം നടത്തി പോവുക, നമുക്ക് ഏത് രൂപത്തിലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ്. കാരണം നമ്മളെല്ലാവരും വികസനം വേണമെന്ന് പറയുന്നവരാണ്. പക്ഷെ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള വികസനം വേണ്ട. കാരണം ഇതൊരു പൊതു താല്പര്യപ്രകാരമുള്ള റോഡാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഇതിന്റെ പേരിട്ടിരിക്കുന്നത് കൊടുവള്ളി. ഇപ്പോഴും പാലത്തു നിന്നാണ് സ്റ്റാർട്ടെങ്കിലും ഇപ്പോഴും ആ റോഡിന്റെ പേര് പത്രങ്ങളിലൊക്കെ വരുന്നത് കൊടുവള്ളി മമ്പ്രം അഞ്ചരക്കണ്ടി എയർപോർട്ട് റോഡ് എന്നാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് മാഹി ബൈപ്പാസിന്റെ പാലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ആ റോഡാണെങ്കിൽ ഈ ബൈപ്പാസിലേക്ക് പോലും കണക്ട് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണ്. അതേ തൊട്ടപ്പുറത്ത് എരിഞ്ഞോളി ഭാഗത്തുകൂടെ പോകുന്ന റോഡുണ്ട്. ഇതേപോലെ തന്നെ ഒരു 14 റോഡ് ഈ എയർപോർട്ടിലേക്ക് ഉണ്ട്. ഈ 14 റോഡും വെച്ചിട്ട് ഈ ഗ്രാമത്തിലൂടെ പോകുന്ന റോഡ് എന്ത് തന്നെ ആയാലും മുഖ്യമന്ത്രിയുടെ നാടിലൂടെ പോകുന്നത് കൊണ്ട് 2 മീറ്റർ വീതിയിൽ ഒരു പൂന്തോട്ടവും ഇതും വെച്ച് ഒരു വലിയ റോഡ് കൊണ്ടുപോകണം എന്നുള്ളൊരു ഉദ്ദേശമാണ്. കാരണം ഒരുപാട് ബിനാമി ഇടപാടിലൂടെ ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ വരുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഈ രാജകീയ പാത നമ്മളെയൊക്കെ കുടിയിറക്കുന്നതും നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് കേരള സർക്കാരിന്റെ അടുത്ത് നിന്ന് പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ട്. നേരിട്ട് കൊടുത്തപ്പോ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കൊടുത്തപ്പോ എന്നോട് പറഞ്ഞത് സാധ്യമല്ല, നമ്മൾ ഈ നിശ്ചയിച്ച പ്രകാരം തന്നെ പോകും, നിങ്ങൾ പൈസ തരും, നിങ്ങൾ എവിടെ അയച്ചാ പോയിക്കോന്നാ പറഞ്ഞത്. മുഖ്യമന്ത്രി നേരിട്ട് കൊടുത്തപ്പോ മുഖ്യമന്ത്രിയുടെ അടുത്തുനിന്ന് കിട്ടിയ അനുഭവം അതാണ്. അപ്പം കളക്ടർക്ക് കൊടുത്തു, തഹസിൽദാർക്ക് കൊടുത്തു. അപ്പൊ അവിടെ നിന്നൊന്നും നീതി കിട്ടിയില്ല. അപ്പൊ ഇവിടുന്നെങ്കിലും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്. BJP എന്ന പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണല്ലോ. അപ്പം ഒരു എയർപോർട്ട് റോഡാകുമ്പം കേന്ദ്രത്തിന്റെയും കൂടി അനുമതിയോടുകൂടി വേണമല്ലോ എയർപോർട്ടിലേക്കുള്ള റോഡ് വരാൻ. അപ്പം ആ ഒരു രീതിയിൽ ഈ പാർട്ടിയുടെ അടുത്ത് നിന്നും അനുകൂലമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ.